അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് കയറി കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ എല്ലാവരും കയറി വീഡിയോ കാണുക കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കാണണം. ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും നട്ടുച്ച ആശംസകൾ. ഇപ്പോൾ സമയം 1 മണി ആകാറായി. അപ്പോഴാണ് ഞാനിങ്ങനെ വിചാരിച്ചത് ഏതായാലും ഒരു വീഡിയോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇന്ന് ഇഡ്ഡലിപ്പൊടിയും ഒക്കെ ആയിരുന്നു. പിന്നെ ആപ്പിൾ ചമ്മന്തി ഉണ്ടായിരുന്നു. ഇന്ന് അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉച്ചയായി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എന്താ പറയുക, ഇന്നലെ ഒരു ഏത്തക്ക വാങ്ങിയിരുന്നു. അതിൻ്റെ തൊലി ഉണ്ടല്ലോ, ഏത്തക്കയുടെ തൊലി, അത് തലേദിവസം പയറൊക്കെ വെള്ളത്തിലിട്ടിരുന്നു. പിന്നെ ഏത്തക്കയുടെ തൊലി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് പയറും ആ കായുടെ തൊലിയും കൂടെ എല്ലാം വേവിച്ച് വെച്ച് ഇനി അതൊന്ന് തോരനാക്കണം. അതിന് അരപ്പൊക്കെ തയ്യാറാക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ വിചാരിച്ച് എനിക്കൊരു ഐഡിയ. അത് എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഒരു പിഗ്ഗി ബാങ്കാണേ. അപ്പം അതിനകത്ത് കുറേ കോയിനൊക്കെ നമ്മൾ ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നു. ഷോപ്പിലൊക്കെ പോയിട്ട് വരുമ്പോഴും ഒക്കെ ഉള്ള ബാക്കിയൊക്കെ ഇങ്ങനെ 1 പൗണ്ടിൻ്റെ 2 പൗണ്ടിൻ്റെ അങ്ങനത്തെ ഉള്ള കോയിനൊക്കെയാണ്. അപ്പോൾ ഏതായാലും നാട്ടിലൊക്കെ പോകാനാവുമല്ലേ. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം, ഷോപ്പിങ്ങിനുള്ള പൈസയൊക്കെ ഉണ്ടാവുമോ എന്നൊന്ന് നോക്കാം. അപ്പോൾ ഈ പൈസ കൊണ്ടായിരിക്കും ഞാൻ ഷോപ്പിംഗ് ചെയ്യുന്നത്. വേറെ കുറേയൊക്കെ നേരത്തെയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ കൊച്ചുമക്കൾക്കുള്ള കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനിയും പതുക്കെ ബാക്കിയും കൂടെ ഒന്ന് വാങ്ങിക്കണം. അപ്പോൾ ഈ പൈസ എടുത്തിട്ട് ഞാൻ ഷോപ്പിൽ മറ്റേ കാർഡ് ഉപയോഗിക്കാതെ ഇത് വെച്ചിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ, എത്ര ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ പൊട്ടിക്കാമേ. അപ്പോൾ ഇത് നിറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ വിചാരിച്ച് നിറഞ്ഞ് കാണുമായിരിക്കുമെന്ന് ഓർത്തു. പക്ഷേ നിറയാറൊക്കെ ആയിട്ടുണ്ട്. എന്നാലും എനിക്കൊരു ഇത് പൊട്ടിക്കണമെന്നൊരു അപ്പം നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം അല്ലേ. പൊട്ടിച്ചൊന്ന് എണ്ണിയൊക്കെ നോക്കാം എത്ര ഉണ്ടാവുമെന്ന്. പൊട്ടിച്ചു. ഇതിൻ്റെ മേളിൽ കൂടെ ഇടും. ഇത് കണ്ടോ, ഇതുവഴി ഇടും, ഇതുവഴി പൈസ എടുക്കും. കണ്ടോ, ഇത് നിറഞ്ഞിട്ടൊന്നുമില്ല, പകുതിയായിട്ടേ ഉള്ളൂ. നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ ഈ 1-ൻ്റെയും 2-ൻ്റെയൊക്കെ കോയിനല്ലേ, നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷേ എന്താവോ എന്തോ, ഒന്ന് നോക്കാം നമുക്ക് എത്ര ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പം നാട്ടിൽ പോയിട്ട് വന്നിട്ടൊക്കെ നമുക്ക് ഇതിനകത്ത് നിറച്ചിടാം. ഇനി വീണ്ടും ഇത് യൂസ് ചെയ്യാമല്ലോ. ഇങ്ങനെ പൈസ ഉണ്ടാവുമോ എന്തോ. ഇങ്ങോട്ട് എന്തോ ഒരു മടി പോരാൻ. ഇവർക്കൊന്നും കടയിൽ പോകാനായിട്ടൊരു ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. എന്നെ കടയിൽ കൊണ്ട് കൊടുക്കാൻ പോവുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനകത്തൊക്കെ ഒളിഞ്ഞിരിക്കുക എല്ലാവരും. ആഹാ, 1 പൗണ്ട് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നോക്കാം അല്ലേ.
അവിടെ കാണും. ഇതെന്താ ഇത് വരാത്തേ? എവിടെ പോയി? ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് നോക്കാം, ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം അല്ലേ? വേണ്ട അപ്പം ഞാനിത് കൗണ്ട് ചെയ്യട്ടെ. 1 2 3 4 5 6 8 10 2 പൗണ്ടൊക്കെയാണ് കേട്ടോ. 2 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 27 28 29 30 31 33 34 35 36 37 38 39 40 41 42 43 45 47 49 50 പൗണ്ടായി. 50 പൗണ്ടെന്ന് പറയുമ്പം 5000-ന് മേളിലുണ്ട്. ഓക്കെ. 50 51 52 53 54 55 56 58 59 60 61 62 65 64 തെറ്റിപ്പോയോ? 64 65 66 68 69 69 അതൊരു 10ൻ്റെ 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 പൗണ്ടായി. 100 പൗണ്ടെന്ന് പറയുമ്പോൾ ഒരു 10,000-ന് മേളിലുണ്ട്. ഓക്കെ. 100. ഇനി നമുക്ക് ബാക്കിയും കൂടെ 2 4 5 2 7 9 11 13 14 15 17 19 20 22 23 24 25 26 27 28 29 30 32 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 149 പൗണ്ടുണ്ട്. 1 പൗണ്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 150 പൗണ്ടായേനെ. ഇത്രയേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ 149 പൗണ്ടുണ്ട്. ഇന്ന് നമുക്ക് ഇതുമായിട്ട് ഞാനിന്ന് ഷോപ്പിംഗ് പോകും. അപ്പോൾ ഏകദേശം ഇനിയിപ്പം ഒരു മാസം കൂടിയൊക്കെ ഉണ്ട് പോകാനായിട്ട്. അപ്പം ഓക്കേ. ഹലോ, ഗുഡ് മോർണിംഗ്. സുകുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഇന്ന് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി നല്ല പൂ പോലെയുള്ള പഞ്ഞി പോലെയുള്ള ഇഡ്ഡലി കണ്ടോ. പിന്നെ നമ്മളുടെ ആപ്പിൾ ചമ്മന്തി ഉണ്ട്. പിന്നെ ഇതാ ചായ ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഇഡ്ഡലിപ്പൊടി എടുക്കാമല്ലോ. ഇഡ്ഡലിപ്പൊടി മതി ഇന്ന്, ചമ്മന്തി വേണ്ട. ഇന്നലെ ചമ്മന്തി ആയിരുന്നു ഇഡ്ഡലിക്ക്. അപ്പോൾ ഇന്ന് പൊടി എടുക്കാം അല്ലേ? എനിക്ക് ഇഷ്ടമായി പൊടി. അപ്പം അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു. ഞാനീ ദഹി ഓയിലാണ് ഉപയോഗിക്കുന്നത്, വെജിറ്റബിൾ ഓയിൽ. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണം.
കണ്ട. അപ്പോൾ ഇഡ്ഡലി കഴിക്കാം. വരുന്ന ആരെങ്കിലും കഴിക്കാൻ ഉണ്ടോ? ഈ ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കണം. അല്ല, ചമ്മന്തി അല്ലല്ലോ, പൊടി. നല്ല സൂപ്പറാണ്. കണ്ടോ? ഇത് നല്ല ഏലക്കയൊക്കെ ഇട്ട നല്ല മസാല ടീ.